നിങ്ങൾ ആരാണ്? അറിയില്ലേ? ഇവിടുത്തെ ഒരു സാധാരണ ചുമട്ടുതൊഴിലാളി. അല്ല, എനിക്കറിയാം. ഒരു സാധാരണ തൊഴിലാളിയിൽ കവിഞ്ഞ വിദ്യാഭ്യാസം നിങ്ങൾക്കുണ്ട്, അറിവും സംസ്കാരവും. എവിടെയാണ് ബാബുന്റെ വീട്? എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്? ഈ തെരുവും ഇവിടുത്തെ കൂലിക്കാരുടെ വൃത്തികെട്ട കൂരകളും നിങ്ങളെപ്പോലുള്ള പണക്കാർക്ക് പരിചയപ്പെടാൻ കൊള്ളില്ല എന്ന് എനിക്കും തോന്നിയിരുന്നു മുൻപ്. എന്നാൽ ഇന്ന് എന്റെ ധാരണ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. ബാബുവിന് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ ഒരിക്കലും പൊരുത്തപ്പെടില്ല. ദയവായി ഇനി ഇങ്ങോട്ട് വരരുത്. പണക്കാരനായ ഒരു അച്ഛന്റെ മകളായ കാരണം കൊണ്ടാണ് എന്നെ പറഞ്ഞേക്കുന്നെങ്കിൽ ബാബു, ജനനം നമ്മുടെ ഇച്ഛയനുസരിച്ചല്ലോ. അതിനപ്പുറം ഞാൻ ഇവിടെ വന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. ഇനി ഒരിക്കലും ബാബുവിനെ കാണാൻ ഞാൻ വരില്ല. സിന്ധു, നിങ്ങളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഞാൻ പറയൂ. അധികാരമോഹമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു എന്റെ അച്ഛൻ. പണവും ആരോഗ്യവും പാർട്ടിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ അദ്ദേഹം മകന് നേടിക്കൊടുത്തത് ഒരു ബിരുദം മാത്രമായിരുന്നു. അതുമായി ഒരു തൊഴിൽ അന്വേഷിച്ച് 3 വർഷം ഞാൻ അലഞ്ഞു. അന്ന് അച്ഛനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ. ഇല്ല, സ്വന്തം മകന് വേണ്ടി പഴയ ബന്ധം പുതുക്കാൻ ഞാനൊരു മന്ത്രിയുടെയും പരിപാടികൾ ചെല്ലില്ല. നീ സ്വയം ഒരു വഴി കണ്ടെത്തും. അതിനുള്ള ആരോഗ്യവും പ്രായവും വിദ്യാഭ്യാസവും നിനക്കുണ്ട്. വിദ്യാഭ്യാസം? പഴയ കടലാസിന്റെ വില പോലുമില്ലാത്ത ഈ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ ആർക്കും വേണ്ടച്ച. ഇവിടെ വേണ്ടത് കൈക്കൂലിയും ശുപാർശയുമാണ്. അതുകൂടാതെ നേടാവുന്ന ജോലി ഈ നാട്ടിൽ ധാരാളമില്ലേ? വയലിലും തോട്ടത്തിലും തെരുവിലും ജോലി ചെയ്യുന്ന കൂലിക്കാരെ നോക്കൂ. കടലിലും കരയിലും പണി ചെയ്യുന്ന പാവങ്ങൾ. അവരുടെ അടുത്തേക്ക് ചെല്ലാൻ നിന്നെ തടസ്സപ്പെടുത്തുന്നത് നീ നേടിയ ഈ ബിരുദമാണെങ്കിൽ കോളേജിൽ ലൈഫ് പഠിപ്പിച്ചത് തെറ്റായെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛന്റെ തെറ്റുകൾ ഞാൻ തിരുത്താം. നമുക്ക് തിരുത്താനുള്ളത് ഇവിടുത്തെ മുഷിഞ്ഞു മാറി ഈ സാമൂഹ്യ വ്യവസ്ഥയാണ്. അതിനുവേണ്ടിയാണ് നിങ്ങളോട് ഞാൻ ചെയ്യാൻ പറയുന്നത്. എല്ലാം ശരിയായിട്ടുണ്ടല്ലോ? ശരി, നമുക്ക് സ്റ്റേഷനിൽ വെച്ച് കാണാം. വണ്ടിയുടെ സമയം അറിയാമല്ലോ? അറിയാം. എല്ലാം ഞാൻ കേട്ടു. മോനെ അരുത്. അച്ഛനിതിൽ ഇടപെടരുത്. എന്റെ വഴി ഇതാണ്. നീ ചെയ്യരുത്. ഞാൻ സമ്മതിക്കില്ല. ഇന്ന് തരും. ഇല്ല, ഇന്ന് തരാം. അച്ഛനോട് വിടാനാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, ഞാൻ തരില്ല. അച്ഛാ, അച്ഛാ, എത്തിച്ചത് വെടിമരുന്നിനേക്കാൾ വർഗശത്രുക്കളെ എതിർക്കാനുള്ള ശക്തി അധ്വാനിക്കുന്ന ജനലക്ഷങ്ങളുടെ മുഷ്ടികൾക്കുണ്ട്. ആദ്യം അവരെ ചേർത്ത് വയ്ക്കൂ. എന്റെ അച്ഛൻ അവസാനമായി ഉപദേശിച്ച വഴി ഞാൻ സ്വീകരിച്ചു. ഞാനിതിന് തടസ്സമാവില്ല. എങ്കിൽ പോകും. പോകാം. ഞാൻ ഇനിയും വരും. എന്തിന്? വെറുതെ.